ദിവ്യഭാഗവതം എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക് പ്രത്യേക സ്വാഗതം എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്തഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 15-ാമത്തെ അധ്യായം, അതിലെ 43-ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. ഹരേ കൃഷ്ണ. പാണ്ഡവന്മാർ അവരുടെ മഹാപഥപ്രസ്ഥാനം, അവരുടെ സ്വർഗാരോഹണം, അതാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഹരേ കൃഷ്ണ. 43-ാമത്തെ ശ്ലോകമാണ്. ക്ഷീരവാസാ നിരാഹാരോ ബദ്ധവാങ്മുക്തമൂർധജ ദർശയന്നാത്മനോ ലോകം ജഡോന്വരൂപം ജഡോന്മത്തപിശാചവത് അനപേക്ഷ്യമാണോ നിരകാദശൃണ്ണൻ ബധിരോ യഥാം. ക്ഷീരവാസ നിരാഹാരഃ ബദ്ധവാഗ് മുക്തമൂർധജഃ ദർശയൻ ആത്മനഃ രൂപം ജഡ ഉന്മത്ത പിശാചവത് അനപേക്ഷമാണഃ നിരകാത് അശൃണ്വൻ ബധിരഃ യഥാ. ജ്യേഷ്ഠമഹാരാജാവ് ഒരു വളരെ പിഞ്ഞി കീറിയിട്ടുള്ള എന്നൊക്കെയല്ലേ, അങ്ങനെയുള്ള ആ വസ്ത്രം ധരിച്ചു. എല്ലാ ഭക്ഷണങ്ങളും, അതായത് സാധാരണ ഖരരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ചു. നിരാഹാരം എന്ന് പറയാം. പിന്നെ മൗനവ്രതം അനുഷ്ഠിച്ചു യുധിഷ്ഠിര മഹാരാജാവ്. പിന്നെ തലമുടി മുക്തമൂർധജ, തലമുടിയൊന്നും കെട്ടാതെ പാറിപ്പറക്കുന്ന വിധത്തിൽ, അതാണ് ഒരു അനാഥനെ പോലെ, ഒരു ജഡനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹത്തിന് തന്നെ ഒന്നിനും ഒരു ബധിരനെ പോലെ ആയിരുന്നു. ഒന്നും പറഞ്ഞത് അദ്ദേഹം കേൾക്കാത്തതുപോലെ, പിന്നെ സഹോദരന്മാരെ ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ, താനൊറ്റയ്ക്ക് താൻ ഭഗവാന്റെ എന്നുള്ള ഭാവത്തിൽ, ഒരവധൂതൻ്റെ ഒരു ഭാവത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് പെട്ടെന്ന് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു എന്നാണ്. കാരണം അതാ ഈ സാമ്രാജ്യത്തിൻ്റെ അധിപതിയാണ് എന്നുള്ള ജീവിതത്തിനോടോ തൻ്റെ വംശത്തിൻ്റെ മഹാത്മ്യത്തിനോടോ ഒന്നും അദ്ദേഹത്തിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ്. അദ്ദേഹം ഭഗവാനെ മാത്രം ആലംബമായി കണ്ടു. സ്വതന്ത്രനായിട്ട് മാറി ഈ യുധിഷ്ഠിര മഹാരാജാവ് എന്നാണ് ഇവിടെ പറയുന്നത്. 44-ാമത്തെ ശ്ലോകം. ഉദീച്യം പ്രവേശാശാം ഗതപൂർവാം മഹാത്മഭി ഹൃദി ബ്രഹ്മപരം ധ്യായൻ ആവർത്തേത യതോ ഗതഃ. ഉദീച്യം പ്രവേശ ആശാം ഗതപൂർവാം മഹാത്മഭി ഹൃദി ബ്രഹ്മ പരം ധ്യായൻ ആവർത്തേത
ധ്യായൻ നാവർത്തേത ഗതഃ ഗതഃ. ഉദീചിയും, അതായത് വടക്കോട്ട് സഞ്ചരിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രവിവേശ ആശാം, അതായത് പൂർവികന്മാരും പിന്നെ മഹാത്മാക്കളായിട്ടുള്ളവരും സ്വീകരിച്ച അതേ മാർഗം സ്വീകരിച്ചു. എന്നിട്ടോ ഉത്തരദിശയിലേക്ക് യാത്ര ആരംഭിച്ചു. ഉത്തരദിശ എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഭഗവാന്റെ അവതാരങ്ങളെല്ലാം സംഭവിച്ചത് ആ ഭാഗങ്ങളിലാണ്. ചലച്ചരണാരവിന്ദം എന്ന് പറയും. ഭഗവാൻ തൃപ്പാദങ്ങൾ ഊന്നിക്കൊണ്ട് സഞ്ചരിച്ചത് ഈ ഇങ്ങനെയുള്ള ഉത്തരദിക്കിൽ, അതായത് വൃന്ദാവനം, മധുര, ദ്വാരക, ഹിമാലയം അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഭഗവാന്റെ ലീലകൾ മിക്കവാറും നടന്നിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ യുധിഷ്ഠിര മഹാരാജ് തൻ്റെ പൂർവികന്മാരായിട്ടുള്ളവർ അവരും ഈ സ്വീകരിച്ച അതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഭഗവാന്റെ ചിന്തയിൽ പൂർണ്ണമായിട്ടും ലയിച്ചുകൊണ്ട് ഉത്തരദിശയിലേക്ക് അദ്ദേഹം യാത്ര ആരംഭിച്ചു എന്നാണ്. എവിടെ പോയാലും അങ്ങനെ ഏത് സ്ഥലത്ത് പോയാലും അതേപോലെ തന്നെ ഒരു ജഡനെ പോലെ, ഒരു ബധിരനെ പോലെ അദ്ദേഹം ആ വസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവത്തിനോ യാതൊരു മാറ്റവും വരുത്താതെ അദ്ദേഹം അത് തന്നെ തുടർന്ന് പോണു എന്നാണ്. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളത് എന്ന് യുധിഷ്ഠിര മഹാരാജാവ് നമ്മൾക്ക് കാണിച്ചു തരുന്നു. ഇപ്പോൾ ഒരു നിശ്ചിത ജീവിതഘട്ടത്തിൽ എല്ലാ കുടുംബ ബന്ധങ്ങളും ഉപേക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ഊന്നി പറയുന്നുണ്ട് എന്നാണ്. അതിനുള്ള പരിശീലനം, വിദ്യാഭ്യാസം ആണ് അന്നത്തെ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാരാജ ചക്രവർത്തിമാരായിരിക്കുന്നവർ മുഴുവൻ അവർ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ തൻ്റെ പുത്രന്മാർക്ക് രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അവർ ഭഗവത് സേവയ്ക്കായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. എല്ലാ രാജാക്കന്മാരും പൂർവികന്മാർ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുണ്ടായിരുന്നത്. അവർക്ക് ഭൗതികതയോട് അങ്ങനെ യാതൊരു ബന്ധനങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ജീവിതത്തിൻ്റെ പരിപൂർണതയുടെ പരിപൂർണത അത് വരണം എന്നുണ്ടെങ്കിൽ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയുത സേവ, ലവിങ് ഡിവോഷണൽ സർവീസ് എന്നാണ് പറയുക. അപ്പോൾ ഭക്തിയുത സേവനത്തിൽ സ്വയം പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനായിട്ട് മാറണം. എന്നിട്ട് ഈ സമ്പ്രദായം എല്ലാവർക്കും അത് പ്രായോഗികമാണ്. കാരണം എങ്ങനെയാണ് ഭഗവാനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക? ഭഗവാന്റെ നാമത്തിൽ കൂടെ, ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ ഓരോ ശ്ലോകപാദം എന്നാണ് പറയണത്. ഭാഗവതത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു ശ്ലോകം അത് തന്നെങ്കിലും നമ്മൾക്ക് ഹൃദയസ്ഥമാക്കാൻ സാധിച്ചാൽ ഭഗവാനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. അതിനേക്കാളും എളുപ്പമായിട്ടുള്ള മാർഗം എന്താണ്? ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഒരിക്കലും ഉപേക്ഷിക്കാത്ത ബന്ധു ഭഗവാൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നു എന്ന് വിചാരിക്കും, ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രധാനമന്ത്രിയെ നേരിട്ട് കിട്ടുമോ? കാണാൻ പറ്റില്ല. എന്താണ് കൗൺസിലറെ കിട്ടുമോ നമ്മൾക്ക്? ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരാൾ നമുക്ക് കാണാൻ സാധിക്കുമോ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട്? ഇല്ല. എന്നാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കാണാൻ സാധിക്കും, വിളിക്കാൻ സാധിക്കും, ബന്ധപ്പെടാൻ സാധിക്കും. ആരെ? ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണ ഭഗവാനെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ ഒരു നാമജപത്തിൽ കൂടെ, സ്മരണയിൽ കൂടെ, അതേപോലെ തന്നെ തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം അവതരിച്ച് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ശ്ലോകങ്ങളിൽ കൂടെ ബന്ധപ്പെടാൻ സാധിക്കും എന്നാണ്. ബന്ധപ്പെടാനായിട്ട് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള രൂപത്തിന്. നമോ അനന്തായ മഹതേ നമ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ അനന്തായ കൃഷ്ണായ വേധസേ എന്നാണ് പറയണത്. ഈ ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാനായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും, ഭക്തന്മാരായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ശ്ലോകങ്ങളിൽ കൂടെ, കഥകളിൽ കൂടെ സാധിക്കും. വേറെ ഏതെങ്കിലും നമ്മളെ ഭൗതികനായ വ്യക്തിയെ ഇങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കുമോ നമ്മൾക്ക്?
അപ്പോൾ ഭഗവാന്റെ കൃഷ്ണാർച്ചന പ്രഭവാന്നോ ജഹാദി എന്നാണ് പറയണത്. ഭഗവാനെ സേവിക്കുന്ന പുണ്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 45-ാമത്തെ ശ്ലോകം. സർവേ തമനുനിർജഗ്മുർഭ്രാതര കൃതനിശ്ചയാഃ കലിനാധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ടാ പ്രജാ ഭുവി. സർവേ തം അനു നിർജഗ്മു ഭ്രാതരഃ കൃതനിശ്ചയാഃ കലിനാ അധർമ്മമിത്രേണ ദൃഷ്ട്വാ സ്പൃഷ്ടാ പ്രജാ ഭുവി. അതായത് ഈ ലോകത്തിൽ മുഴുവൻ കലിയുഗം വന്നു കഴിഞ്ഞു എന്നുള്ളതും രാജ്യത്തിലെ പ്രജകളൊക്കെ അധർമ്മികളായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് നേരിട്ട് കണ്ടു, ദർശിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ യുധിഷ്ഠിര മഹാരാജാവിന് തോന്നിയിട്ടുള്ള അതേ ചിന്തകൾ സഹോദരന്മാർക്കുണ്ടായി. അർജുനൻ, ഭീമസേനൻ, നകുലൻ, സഹദേവൻ ഇവർക്കുണ്ടായി എന്നാണ്. അവരും ജ്യേഷ്ഠൻ്റെ പാത പിന്തുടരാൻ നിശ്ചയിച്ചു. സാധാരണ ജ്യേഷ്ഠൻ പോയി കഴിഞ്ഞാൽ എന്താ, ജ്യേഷ്ഠൻ പോണു, അപ്പോൾ അനിയന്മാർ രാജ്യഭാരത്തിന് വേണ്ടി മോഹിക്കും, ഈ സ്ഥാനത്തിന് വേണ്ടി മോഹിക്കും. ജ്യേഷ്ഠൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കാവാം എന്നുള്ളത്. പക്ഷേ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അതേ ഭാവം തന്നെയായിരുന്നു സഹോദരന്മാർക്കും എന്നാണ്. ആർക്കും രാജ്യത്തിനോടൊരു മോഹം താല്പര്യം ഉണ്ടായില്ല എന്നിവിടെ പ്രത്യേകം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതിന് ഒന്നിനും ആഗ്രഹമില്ലാതെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഭക്തിയുത സേവനത്തിനാണ് പാണ്ഡവന്മാർ പ്രാധാന്യം കൊടുത്തത് എന്നുള്ളത് കൊണ്ട് ആർക്കും ഈ രാജ്യത്തിൽ ഇനി രാജ്യം ഭരിക്കണമെന്ന് തോന്നിയില്ല എന്നാണ്. 46-ാമത്തെ ശ്ലോകം. തേ സാധുകൃത സർവാർത്ഥ ജ്ഞാത്വാത്യന്തികമാത്മന മനസാ ധാരയാമാസുർവൈകുണ്ഠപചരണാംബുജം. തേ സാധുകൃത സർവാർത്ഥ ജ്ഞാത്വാത്യന്തികമാത്മന മനസാ ധാരയാമാസു വൈകുണ്ഠചരണാംബുജം. തേ സാധുകൃത സർവാ അർത്ഥ ജ്ഞാത്വാ അത്യന്തികം ആത്മനഃ മനസാ ധാരയാമാസു വൈകുണ്ഠചരണാംബുജം. അവരെല്ലാം ധർമാനുസൃതമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിച്ചു. അതിൻ്റെ ശേഷം പരമലക്ഷ്യം എന്തായിരുന്നു? ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആണ് ശരി എന്ന് അവർ സ്വയം തീരുമാനിച്ചു. എന്നിട്ട് അവർ യാതൊരു വിഘ്നങ്ങളും ഇല്ലാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിനെ സ്മരിച്ചു എന്നാണ്. ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പൂർവജന്മങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക്, സർവവിധ പാപഫലങ്ങളും നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ പാദത്തിനെ സേവിക്കാൻ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട്. പൂർവജന്മത്ത് അനേകം പുണ്യം ചെയ്യണം, പിന്നെ സകല വ്യാമോഹങ്ങളിൽ നിന്നും മുക്തനാവണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാനെ സേവിക്കാൻ സാധിക്കുള്ളൂ, നാമം ജപിക്കാൻ സാധിക്കുള്ളൂ, ഭഗവാനെ സേവിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. അപ്പോൾ പരമദിവ്യത്വ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തികച്ചും ഉചിതമാണ് പാണ്ഡവന്മാർക്ക് എന്നാണ്. പിന്നെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഭഗവാന്റെ പാതാരവിന്ദത്തെ ശരണം പ്രാപിക്കാൻ മടിക്കും, എളുപ്പം സ്വീകരിക്കില്ല എന്നാണ് പറയണത്. കാരണം എന്താണ്? ഈ ദുർഗാദേവി, ഭൗതികമായിട്ടുള്ള ലോകം ദുർഗാദേവിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ദുർഗാദേവി നമ്മളെ ഭൗതികമായ ലോകത്തിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ ലോകത്തിനെ കാണിച്ചുകൊണ്ട് ആകർഷിച്ചു കൊണ്ടിരിക്കും ഓരോരുത്തരെയും. അപ്പോൾ ധർമ്മ അർത്ഥകാമ മോക്ഷങ്ങളുടെ പിന്നാലെ പോയിട്ട് അവർക്ക് ഉദ്ദേശിച്ച് അതേ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തെ സേവിക്കുകയാണ് നല്ലതെന്നുള്ള തോന്നൽ ഉണ്ടാവില്ല എന്നാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ദുർഗാദേവിയുടെ അധീനതയിലാണ് അവർ. അതുകൊണ്ട് തന്നെ വൈകുണ്ഠലോക ഭഗവാന്റെ സ്വന്തം ശക്തിയിലാണ് പരിപാലിക്കപ്പെടുന്നത്.
പിന്നെ ഗോലോകം ഭഗവാന്റെ സ്വന്തം ശക്തിയിലാണ് പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭൗതികമായിട്ടുള്ള ലോകം ദുർഗാദേവിയുടെ ശക്തിയിൽ പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുർഗാദേവിയുടെ അധീനത്തിൽ വരണോ, വൈകുണ്ഠലോകത്തിലേക്ക് പോകണോ, ഗോലോകത്തിലേക്ക് പോകണോ തീരുമാനിക്കാനുള്ള അധികാരം നമ്മൾക്കുണ്ട്. അതിനുള്ള ഒരു അനുഗ്രഹവും നമ്മൾക്കുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യഥേച്ഛസി തഥാ കുരു എന്നുള്ളത്. എന്ത് വേണമെന്ന് സ്വയം തീരുമാനിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകാം എന്നാണ്. കൃഷ്ണൻ്റെ ലോകത്തിലേക്ക് എത്തണോ, കൃഷ്ണഭക്തന്മാരായിട്ട് നമ്മൾ ബന്ധപ്പെടണം. വൈകുണ്ഠ ലോകത്തിൽ പോകണോ, വൈകുണ്ഠമൂർത്തിയുടെ ഭക്തന്മാരായിട്ട് നമ്മൾക്ക് ബന്ധപ്പെട്ടാൽ സാധിക്കും. അതേപോലെ ഭൗതികലത്തിൽ തുടരണോ, ദുർഗാദേവിയായിട്ട് ഈ കാണുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചാൽ മതി എന്നാണ്. 47-48 ശ്ലോകങ്ങളാണ് ഇനി. തദ്ധ്യാനോദ്രിക്തയാ ഭക്ത്യാ വിശുദ്ധധിഷണാ പരേ തസ്മിൻ നാരായണപതി ഏകാന്തമതയോ ഗതിം അവാബുർദുരവാഭാന്തി അസദ്ഭിർവിഷയാത്മഭി വിദൂതകൽമഷാസ്ഥാനം വിരജേനാത്മനൈവ ഹീം. തദ് ധ്യാന ഉദ്രിക്തയാ ഭക്തിയാ വിശുദ്ധധിഷണാഃ പരേ തസ്മിൻ നാരായണപദേ ഏകാന്തമതയഃ ഗതിം അവാപോ ദുരവാപാം തേ അസദ്ഭി വിഷയാത്മഭി വിധൂതകൽമഷാഃ സ്ഥാനം വിരജേന ആത്മന ഏവ ഹി. അതായത് നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിക്കുന്നതോടു കൂടിയിട്ട് അവർക്ക് ശുദ്ധമായ അവബോധം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാൽ സ്വയം ഭരിക്കപ്പെടുന്ന ആത്മീയ ലോകത്തിൽ അവർ എത്തിച്ചേർന്നു എന്നാണ്. പരമപുരുഷനെ ഒരണുപോലും അവിടുന്ന് ഡൈവേർട്ട് ചെയ്യാതെ നിരന്തരം ധ്യാനിക്കുന്നവർക്ക് മാത്രമേ ഈ ഭഗവാന്റെ ലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ജീവിതത്തിൻ്റെ ഭൗതിക ഭാവനകളിൽ ആമഗ്നരായിട്ടുള്ളവർക്ക് ഗോലോക വൃന്ദാവനത്തിൻ്റെ ധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നാണ്. പാണ്ഡവന്മാർ ഭൗതികമായ മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിമുക്തരായതുകൊണ്ട് ഭഗവാന്റെ ധാമത്തിൽ അവർ അതേ ഭൗതിക ശരീരത്തോടു കൂടെ തന്നെ അവരെത്തിച്ചേരുന്നു. അവരുടെ ശരീരം ആത്മീയമായിട്ട് മാറി അവർ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ഇവിടെ ദീവഗോസ്വാമി പ്രത്യേകം പറയുന്നുണ്ട്, ഒരു രസതന്ത്രജ്ഞൻ രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അത് ഓടിനെ സ്വർണമാക്കി മാറ്റും. അതിനെ രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്. അതേപോലെ ഒരു വ്യക്തി ആരായാലും ശരി ആത്മീയമായിട്ടുള്ള ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം ആ ശിക്ഷണങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ബ്രാഹ്മണൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരും എന്ന് ഹരിഭക്ത വിലാസത്തിൽ വളരെ വ്യക്തമായിട്ട് സനാതന ഗോസ്വാമി പറയുന്നുണ്ട് എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ശരീരമാറ്റം കൂടാതെ തന്നെ ആത്മീയ ലോകത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ശരീരമാറ്റം എന്ന് പറഞ്ഞാൽ ഈ ശരീരം ആത്മീയമായ ശരീരമായിട്ട് മാറും എന്നാണ്. 49-ാമത്തെ ശ്ലോകം. വിതുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മന കൃഷ്ണാവേശേന തച്ഛിത്ത പിതൃഭിः സ്വക്ഷയം യയൗ. വിതുരോപി പരിത്യജ്യ പ്രഭാസേ വിതുരഃ അപി പരിത്യജ്യ പ്രഭാസേ ദേഹം ആത്മനഃ കൃഷ്ണാവേശേന തച്ഛിത്തഃ പിതൃഭിः സ്വക്ഷയം യയൗ. വിതുരൻ തീർത്ഥാടനത്തിന് പോയി, അതായത് ധൃതരാഷ്ട്ര മഹാരാജാൻ്റെയും ഗാന്ധാരിയുടെയും മുക്തിക്ക് അർഹരാക്കി മാറ്റിയ ശേഷം വിതുരൻ വീണ്ടും തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിക്കുന്ന ആ വിതുരൻ പ്രഭാസ തീർത്ഥത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് തൻ്റെ ദേഹത്യാഗം ചെയ്തു എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിന്തകളിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുന്ന ആളായിരുന്നു ഈ വിതുരൻ എന്നാണ്. വിതുരൻ വാസ്തവത്തിൽ ധർമ്മരാജാവിൻ്റെ ഒരു അവതാരമാണ് വിതുരനായിട്ട് വന്നത്. അപ്പോൾ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ആ ചിന്തകളിൽ ലയിച്ചുകൊണ്ട് തൻ്റെ ഉദ്ദേശം സാധിച്ചു. 100 വർഷം ഭഗവാന്റെ പരമഭക്തനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള വിതുരന് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു. അതിൻ്റെ ശേഷം
ഇപ്പം അദ്ദേഹം പിതൃലോകത്തിൽ എത്തിച്ചേർന്നു. പിതൃലോകത്തിൽ ഉള്ളവർ എല്ലാവരും ആ വിതുരൻ ധർമ്മരാജാവിനെ സ്വീകരിച്ചു. അത്രയും കാലം അര്യമാവ് എന്നുള്ള പിതൃഗണങ്ങളുടെ അധിപതിയായിരുന്നു ഈ നരകലോകങ്ങളെയൊക്കെ സംയമനിപുരിയൊക്കെ നിയന്ത്രിച്ചിരുന്നത് എന്നും ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ വിതുരൻ ധർമ്മരാജാവായിട്ട് പഴയ ആ തൻ്റെ സ്ഥാനത്ത് പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ പാണ്ഡവന്മാർ വിതുരനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ ശാശ്വത സേവകരാണ്. വിതുരൻ പിതൃലോകത്തിൻ്റെ ഭരണാധികാരമുള്ള യമധർമ്മരാജാവാണ് എന്നാണ്. ഭഗവാനാൽ നിയുക്തനായിട്ടുള്ള ദേവനാണ്. എന്നാൽ പാണ്ഡവന്മാർ എങ്ങനെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹചരന്മാരാണ് ആര്? പാണ്ഡവന്മാരായിട്ടുള്ളവർ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഒന്ന് പിതൃഗണങ്ങൾ, ഇവിടെ സംയമനീപുരിയെ നിയന്ത്രിക്കുന്ന യമധർമ്മരാജാവ്, മറ്റേത് ദേവന്മാരിൽ ഒരാൾ, പിതൃദേവന്മാരെ അതിൽ പെട്ടിട്ടുള്ള ഒരു ധർമ്മരാജാവ്. ഇവനാണെങ്കിൽ പാണ്ഡവന്മാരെ ഭഗവാൻ ആത്മാർത്ഥ സഹചരന്മാരാണ് ഇവർ ഈ പാണ്ഡവന്മാർ. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. ഇനി 50-ാമത്തെ ശ്ലോകം. ദ്രൗപദീജപദജ്ഞായ പദീനാമനപേക്ഷതാം വാസുദേവേ ഭഗവതി ഏകാന്തമതിരാപതം. ദ്രൗപദീച തദജ്ഞായ പദീനാമനപേക്ഷതാം വാസുദേവേ ഭഗവതി ഏകാന്തമതിരാപതം. ദ്രൗപദി ച തദ് ആജ്ഞായ പദീനാം അനപേക്ഷതാം വാസുദേവേ ഭഗവതി ഹി ഏകാന്ത മതി ആപതം. അതായത് ഇവരെ പാണ്ഡവന്മാർ കൊട്ടാരം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് അവർ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയില്ല. ഇത്രയും പ്രിയപ്പെട്ട പ്രിയതമയായിട്ടുള്ള ആ പാഞ്ചാലിയെ, ദ്രൗപദിയെ തിരിഞ്ഞു നോക്കിയില്ല അവർ എന്നാണ്. കാരണം അവർക്ക് അതിനേക്കാളും പ്രിയപ്പെട്ടതായിരുന്നു കൃഷ്ണഭക്തി എന്നുള്ളത് കൊണ്ട്. അപ്പോൾ തൻ്റെ ആ ഭർത്താക്കന്മാർ തന്നെ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോണത് പാഞ്ചാലി പ്രത്യേകം കണ്ടു എന്നാണ്, ദർശിച്ചു പാഞ്ചാലി. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ട്, വാസുദേവനെ കുറിച്ചിട്ട് പാഞ്ചാലിക്ക് വ്യക്തമായിട്ടറിയാം. ഏത് ആപത്തിലും പാഞ്ചാലിയെ, അതായത് ദ്രൗപദിയെ രക്ഷിച്ചത് ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ സുഭദ്ര, ദ്രൗപദി ഇവരൊക്കെ ഭഗവാന്റെ ചിന്തകളിൽ പൂർണ്ണമായിട്ടും ലയിച്ചു ചേർന്നു. ലയിച്ചു ചേർന്നോട് കൂടിയിട്ട് അവരുടെ പതിദേവന്മാരുടെ, അതായത് പാണ്ഡവന്മാരുടെ, അതേപോലെ അർജുനൻ്റെ ഒക്കെ അതേ ഒരു അവസ്ഥ, അതേ ഒരു പദവി അവർക്കും ലഭിച്ചു. അവരും ഭഗവത് ലോകത്തിലേക്ക്, വൈകുണ്ഠ ലോകങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രീല പ്രഭുപാദർ പറയുന്നത് എന്താണ്? ഒരു വിമാനത്തിൽ ഒരാൾ യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കാം, മറ്റു വിമാനങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാറില്ല എന്നാണ്. വിമാനം ഓടിക്കുന്നയാളോ മറ്റൊരു വിമാനത്തെക്കുറിച്ച് ചിന്തിക്കാനവർക്ക് സമയം ഉണ്ടാവില്ല. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും അവരവരുടേതായിട്ട് ആ വിമാനം നമ്മൾക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? അതിനുള്ള പരിശീലനം ഭൂമിയിൽ നിന്ന് കിട്ടണം. എന്നിട്ടോ അങ്ങനെ പരിശീലനം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ പൈലറ്റ് വിമാനം ഓടിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് മറ്റൊരു വിമാനത്തിനെ ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇതേപോലെ ആണ് നമ്മൾക്ക് ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അവനവൻ ഒറ്റയ്ക്ക് പോകണം. ഒറ്റയ്ക്ക് മറ്റൊരാളെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. പാഞ്ചാലിക്ക് അറിയാം, സ്വയം രക്ഷിക്കാൻ പാഞ്ചാലിക്ക് അറിയാം. കാരണം തൻ്റെ ആപത്തൊന്നും മുഴുവൻ രക്ഷിച്ചതാരാ? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിട്ടുള്ള ആ ഒരു ദ്രൗപദി ദേവിക്ക്, പിന്നെ സുഭദ്രയ്ക്ക്, അവർക്കൊന്നും ഒരു പ്രയാസം ഉണ്ടായില്ല ഭഗവത് ലോകത്തിലേക്ക് പോകാനായിട്ട്. ധാമത്തിലേക്ക് മടങ്ങിപ്പോവാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരാളുടെ സഹായവുമില്ലാതെ തന്നെ സാധിച്ചു. നമ്മൾക്കും സാധിക്കും അതേപോലെ. ഭഗവാന്, ഗുരുവിനെ ആശ്രയിക്കുക, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക, ശാസ്ത്രത്തിനെ ആശ്രയിക്കുക, സാധു സംഘം ചെയ്യുക. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആർക്കും സാധിക്കും. വാസുദേവൻ്റെ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഏകാഗ്രചിത്തമായിട്ടുള്ളൊരു മനസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ
പാണ്ഡവന്മാരുടെ അതേ അവസ്ഥയിൽ പാഞ്ചാലി അതായത് ദ്രൗപദി എത്തിച്ചേർന്നതുപോലെ ഓരോ ജീവനും അത് സാധിക്കും എന്നാണ്. ശരീരം ത്യജിക്കേണ്ടതായിട്ട് വന്നില്ല ആർക്കും എന്നാണ്. ഇതിൻ്റെ ഫലശ്രുതിയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യശ്രദ്ധയതൽ ഭഗവൽ പ്രിയാണാം പാണ്ഡോസുതാനാമിതി സംപ്രയാണം ശൃണോത്യലം സ്വസ്തയനം പവിത്രം ലബ്ധ്വാഹരോ ഭക്തിമുപയതി സിദ്ധിം. യഹ ശ്രദ്ധയാ ഏതൽ ഭഗവത് പ്രിയാണാം പാണ്ഡോഃ സുതാനാം ഇതി സംപ്രയാണം ശൃണോതി അലം സ്വസ്ത്യയനം പവിത്രം ലബ്ധ്വാ ഹരൗ ഭക്തിം ഉപയതി സിദ്ധിം. അതായത് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്താണ്? ഭഗവത് ധാമത്തിലേക്കുള്ള യാത്ര എന്നതാണ്. പാണ്ഡവന്മാരുടെ ഈ പ്രയാണത്തിനെ കുറിച്ചിട്ട് ആരാണോ കേൾക്കുന്നത് ഇത് സർവഥാ മംഗളകരമായിട്ടുള്ളതാണ്, പരമോത്കൃഷ്ടമായിട്ടുള്ളതാണ്, പൂർണ്ണമായും പരിശുദ്ധമായിട്ടുള്ളതാണ്. ഇത് നമ്മൾ കേൾക്കുന്ന സമയത്ത് പാണ്ഡവന്മാർക്ക് ഭഗവാനോട് തോന്നിയിട്ടുള്ള ഒരു ഭക്തിയുടെ ഭാവം, ഭഗവാന് പാണ്ഡവന്മാരോട് തോന്നിയിട്ടുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള വാത്സല്യം ഇത് കേൾക്കുന്നവർക്കും അനുഭവപ്പെടും എന്നാണ് സൂചിപ്പിക്കുന്നത്. സ്വയം പരിപൂർണമാണത്. ഭക്തിപൂർവ്വം കേൾക്കുന്നത് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ പാണ്ഡവന്മാർ എല്ലാം അവർ ഭഗവാന്റെ ഭഗവാന്റെ ഒരു എന്തെന്നില്ലാത്ത ഒരു അനുഗ്രഹത്തിനനുസരിച്ച്, കരുണയ്ക്കനുസരിച്ച് അവർ ജീവിച്ചത്. വന്ന ആപത്തുകൾ മുഴുവൻ ഭഗവാന്റെ ആ ഭക്തി കൊണ്ട്, ഭഗവാന്റെ സേവനം കൊണ്ട് അവർ ആപത്തുകളെയൊക്കെ അവർ മറികടക്കാൻ സാധിച്ചു, തരണം ചെയ്യാൻ സാധിച്ചു അവർക്ക്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. പിന്നെ അവർ ചക്രവർത്തിമാരായിട്ട് മാറി. അപ്പോഴും അവർക്ക് എൻ്റെ എന്നുള്ള യാതൊരു മമതയും അതിനോട് തോന്നിയില്ല. കാരണം എന്താ? ക്ഷുതിദശ യഥേതരയെന്നാണ് പറയുന്നത്. വിശന്നിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഭക്ഷണം പ്രാധാന്യമായിരിക്കുന്നത്, ജലം പ്രാധാന്യമായിരിക്കുന്നത്, അതേപോലെ ഈ ഭൗതികമായ ഐശ്വര്യങ്ങളുടെ ഇടയിൽ അവർ കഴിയുമ്പോഴും അവർക്ക് കൃഷ്ണഭക്തിക്ക് വേണ്ടിയിട്ട് നിരന്തരം അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അതേപോലെ നമ്മളും ഭൗതികമായിട്ടുള്ള സുഖങ്ങളുടെ, പ്രശ്നങ്ങളുടെ ഇടയിലൊക്കെ നമ്മൾ നിൽക്കുകയാണെങ്കിലും നിരന്തരമായിട്ടുള്ള കൃഷ്ണൻ്റെ, ഭഗവാന്റെ സ്മരണ നമ്മളുടെ അവസാന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഭഗവത് ലോകത്തേക്കുള്ള യാത്രയാക്കിയിട്ട് മാറ്റാൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ.